സമാധാനം പറയാൻ പറ്റിയ അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെയാണല്ലോ. ക്യാഷ് ആയിട്ട് മതി കേട്ടോ. സാർ എന്താ ഇങ്ങനെ? ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. അല്ല, എന്നാലും അങ്ങനെയാണല്ലോ പറയുക. കമ്മീഷൻ ഇത്തിരി കൂടി തന്ന മണി പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടത്തി തരും സാറേ. മതി, അത് മതിയല്ലോ. ജോൺ സാറിന്റെ വീട്ടിൽ സംസാരിക്കുമ്പോ പിന്നെ അവിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് മതി എന്ന് ഞാൻ പറഞ്ഞത്. ഇതാരാ? ഇത് ജോൺ സാറിന്റെ മോനല്ലേ? അതെ അതെ. ആരാണ്ടി അത്? അത് അങ്കിളുടെ ഫ്രണ്ടാ. ഇലക്ഷന്റെ കാര്യം ചർച്ച ചെയ്യാൻ വന്നതാ. നമ്മുടെ പാർട്ടിക്കാരനാ. തലവേദനായിട്ട് നീ എന്തിനാ താഴ്ത്തോട്ട് വന്നേ? കുറച്ച് വെള്ളം എടുക്കാൻ വന്നാ. മോൻ പോയി കിടന്നോ. ഒന്നിനും താഴ്ത്തോട്ട് വരണ്ട. വിളിച്ചാ മതി, എന്ത് വേണമെങ്കിലും ആന്റി കൊണ്ടുതരാം. ചെല്ല് ചെല്ല്. ഇവിടെ വന്ന് വെറുതെ തലവേദന കൂട്ടണ്ട. അല്ലെങ്കിൽ വാ. ഏയ് വേണ്ട 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 വേണ്ട. ഞങ്ങള് ക്രിസ്റ്റിയെ വെള്ളം കുടിപ്പിച്ചല്ലേ? താഴെ വേറെ ഏതൊരു കുരിശൂടെ വന്നിട്ടുണ്ട്. അതാരാ? അറിയില്ല, അങ്കിളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. മുസ്തഫ എങ്ങാനും വിളിച്ചിരുന്നോ? വിളിക്കാൻ എനിക്ക് മൊബൈൽ ഇല്ലല്ലോ. മൊബൈലൊക്കെ വീട്ടില് വെച്ചിട്ടാ പോന്നത്. ക്രിസ്റ്റി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മുസ്തഫ വരുന്നവരെ ഒന്ന് ക്ഷമിച്ചൂടെ? സ്റ്റെല്ലക്ക് ഭയമില്ലേ? ഭയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. സ്നേഹിക്കുന്ന പുരുഷനെ സ്വന്തമാക്കണമെങ്കിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കാതെങ്ങനെയാ? സ്റ്റെല്ലയും മുസ്തഫയും നിങ്ങൾ രണ്ട് ജാതിക്കാരല്ലേ? രണ്ട് വിശ്വാസങ്ങളുമായിട്ട് എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഒരു ജാതിയാ, മനുഷ്യജാതി. നമ്മുടെ ബൈബിളിലെ സുഭാഷിതങ്ങൾ സ്റ്റെല്ലക്കറിയില്ലേ? പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യുമെന്ന്. ഞാൻ എന്റെ പ്രിയന്റേതാണ്. അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. എന്റെ പ്രിയനെ വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. സോളമന്റെ ഉത്തമഗീതം. ഇതറിയാൻ ബൈബിള് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പത്മരാജൻ സാറിന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സിനിമ കണ്ടാ മതി. ക്രിസ്റ്റി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പെണ്ണിനോട് പ്രേമം തോന്നിയിട്ടില്ല? സ്നേഹിക്കാൻ തോന്നിയിട്ടുണ്ട് അമ്മയെ. അല്ലെങ്കിൽ ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവളെ. അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ കുതിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ ഭാഗ്യമൊന്നും കർത്താവ് തന്നില്ല. ക്രിസ്റ്റിയുടെ മമ്മി സ്റ്റേറ്റ്സിലാ. സ്വന്തം ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാ. മമ്മി മാത്രമല്ല, പപ്പേ. രണ്ടു പേർക്കും രണ്ട് ലക്ഷ്യങ്ങളായപ്പോ ഒറ്റപ്പെട്ടു പോയത് ഞാനാ. ആർക്കും വേണ്ടാത്തവനെ പോലെ. സാരമില്ല, അതൊക്കെ എന്റെ വിധി. എന്തായാലും മുസ്തഫ ഭാഗ്യവാനാണ് കേട്ടോ. നല്ല നല്ല ധൈര്യമുള്ള, മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയല്ലേ കിട്ടിയത്. താങ്ക്സ്. സ്റ്റെല്ല ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാലും കുഴപ്പമാവില്ലേ? ആരെങ്കിലും കണ്ടാ വിവാഹം മുടങ്ങൂലേ? അല്ലെങ്കിൽ വേണ്ട, ഇത്തിരി റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല. സ്റ്റെല്ല ഇവിടെ നിന്നു. സ്നേഹിക്കുന്നവര് ഒരുമിച്ച് തന്നെ താമസിക്കണം, അതാണ് എന്റെ ആഗ്രഹം.